ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ മാസ്മരികതയുടെ മുഖം വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമാണ് 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ശിഷ്യനായി സുവിശേഷത്തിൽ ഇടം പിടിച്ച വ്യക്തിയാണ് മർക്കോസ് ശ്ലീഹ. അതുകൊണ്ട് തന്നെ നേർക്കാഴ്ചയുടെ അവതരണ ശൈലിയിൽ മറ്റു സുവിശേഷകരിൽ നിന്ന് ഏറെ വ്യത്യസ്തപ്പെട്ടു നിൽക്കുന്ന ഒരു വചനഭാഗം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വചനഭാഗത്തിനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യമായി തന്നെ വചനഭാഗം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഈശോ തന്റെ ശിഷ്യരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഒരു മലമുകളിലേക്ക് പോകുന്നു. അവർ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഈശോയുടെ വസ്ത്രം വെണ്മയുള്ളതായി തീരുന്നതായിട്ട് അവർ കാണുന്നു. പ്രവാചകന്മാരായ ഏലിയായും മൂശയും ഈശോയോട് സംസാരിക്കുന്നതായി കാണുന്നു. ഒടുവിൽ പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. കൂടാരത്തെ പറ്റി ചിന്തിക്കുന്നു. ഒടുവില് ഈശോയ്ക്കൊപ്പം മലയിറങ്ങുമ്പോൾ ഈശോ അവരോട് പറയുന്നു, ഉത്ഥാനത്തിന് ശേഷം മാത്രമേ ഇതൊരു പരസ്യമാകാൻ പാടുള്ളൂ എന്ന്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗത്തോട് നിന്ന് കണ്ണുപിടിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ആഗമനത്തിന്റെ അപ്രതീക്ഷിതയും മറുരൂപപ്പെടലും, രണ്ടാമതായി ആയിത്തീരേണ്ട ആവശ്യകതയും. ശിഷ്യന്മാരുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആഗമനമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആഗമനത്തിന്റെ അപ്രതീക്ഷിതയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ശ്ലീഹന്മാരുടെ മുഖം വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. ഈശോ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഈശോയുടെ വസ്ത്രം വെണ്മയുള്ളതായി തീരുന്നതായിട്ട് അവർ കാണുന്നു. വചനം പറയുന്നത് ഒരു അലക്കുകാരന് വെളുപ്പിക്കാൻ സാധിക്കാത്ത വിധം ഈശോയുടെ വസ്ത്രം വെണ്മയുള്ളതായി തീരുന്നു എന്നാണ്. അതിനുശേഷം പ്രവാചക സ്വരം അവർ കേൾക്കുന്നു. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും ഒടുവിൽ പിതാവായ ദൈവം അവരോട് സംസാരിക്കുന്നതായിട്ട് അവർ കാണുന്നു, അനുഭവപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ഇത് തന്നെയല്ലേ ഓരോ ആഗമനത്തിന്റെയും അപ്രതീക്ഷിത എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു മറുരൂപപ്പെടല് ഈശോ കാണിച്ചു തരുന്നുണ്ട്. നീയും ഞാനും അടങ്ങുന്ന സമൂഹത്തിൽ ഈശോ അപ്രതീക്ഷിതമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മറുരൂപപ്പെടൽ. എന്തായിരിക്കാം ഈശോ ഈ അപ്രതീക്ഷിതയിലൂടെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം? അത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ ദൈവവിളിയെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നല്ലേ ഈശോ നമ്മളെ ഓരോരുത്തരെ വിളിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നല്ലേ അവൻ നമ്മളെ തിരഞ്ഞെടുത്തത്. അവൻ നമ്മളെ നയിച്ചതും അവൻ നമുക്ക് നൽകിയതും അവരാൽ നമ്മൾ നേടിയെടുത്തതും അപ്രതീക്ഷിതങ്ങളുടെ ഒരു കൂടാരം തന്നെയല്ലേ. എന്തിനായിരിക്കാം ഈശോ ഇത്തരം അപ്രതീക്ഷിതങ്ങളായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയത്? അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഒരു മറുരൂപപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയിരിക്കാനാണ്. നമുക്ക് കിട്ടിയ ദൈവവിളിയിൽ നിന്ന് ഒരു മറുരൂപപ്പെടൽ നമ്മൾ തന്നെ കൊണ്ടുവരണം. ആ ഒരു മറുരൂപപ്പെടലാണ് എന്നും ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓരോ ദൈവവിളിയും വളരെ വിലയേറിയതാണ് എന്ന് നീയും ഞാനും അടങ്ങുന്ന ഒരു സമൂഹം തന്നെ നമ്മുടെ ചുറ്റും നിന്ന് പറയുമ്പോൾ ഈശോ കൈപിടിച്ച് മലമുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് നിന്നെ അമ്പരപ്പിക്കാനാണ്. നിന്നെ തെരഞ്ഞെടുത്ത് വിളിച്ചത് നിന്നെ അമ്പരപ്പിക്കാനാണ്. എന്തിന്? മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ വേണ്ടി മാത്രം. സ്നേഹമുള്ളവരെ, 2-ാം ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എന്താണ് ആയിത്തീരേണ്ട ആവശ്യകത? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഈ അപ്രതീക്ഷിതങ്ങളുടെ വിളി കിട്ടിയവർക്ക്, ഈ മറുരൂപപ്പെട്ടവർക്ക് കൂടാരമടിച്ച് പാർക്കുവാനായിരുന്നു താല്പര്യം. ഈ കൂടാരമടിച്ച് പാർക്കാൻ താല്പര്യപ്പെട്ട അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഈശോ മലയിറങ്ങുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ മരണത്തിന് ശേഷം മാത്രം ഈ രഹസ്യം പരസ്യമാക്കണം. അതായത് ഉദ്ധിതനെ പരസ്യപ്പെടുത്തണം എന്നുള്ള നേർക്കാഴ്ചയുടെ ഒരു നേർസ്വരമായിരുന്നത്. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആയിത്തീരേണ്ട ഇടങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഈശോ നമ്മളോട് പറയുന്ന ഏക കാര്യം ഇത് തന്നെയാണ്. ഈശോ നമ്മളെ വിളിച്ചു, തിരഞ്ഞെടുത്തു, നമ്മുടെ കൂടെ നടന്നു. നമുക്ക് മറ്റൊരു രൂപം നമ്മൾ അറിയാതെ തന്നെ മുന്നിൽ സ്ഥാപിച്ചു. എന്തിനായിരിക്കാൻ? അടങ്ങിയിരിക്കാനല്ല, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഒതുങ്ങിക്കൂടാനല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ കെട്ടുപിണഞ്ഞു കിടക്കാനല്ല, മറിച്ച് ഉദ്ധിതനായ ഈശോയെ പ്രഘോഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മർക്കോസ് സുവിശേഷകൻ ഈ വചനഭാഗങ്ങൾ അവസാനിക്കുന്നത്. ഇത് എന്റെ മരണത്തിന് ശേഷം മാത്രം പ്രഘോഷിക്കപ്പെടണം. എന്തിനായിരിക്കും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? അടങ്ങിയിരിക്കുവാനാണോ?
കൂടാരത്തിൽ പാർക്കുവാനാണോ? അതോ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വേരുറപ്പിക്കാനാണോ? ഒരിക്കലുമല്ല. നാം അയക്കപ്പെടേണ്ട ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. നാം തിരഞ്ഞെടുത്ത വഴികളിൽ മറ്റുള്ളവരെ കാണുവാനും സഹായിക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും അങ്ങനെ ഉദ്ധിതനായ ഈശോയുടെ ഒരു മറുരൂപമായിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം ഈശോ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അവിടെയാണ് ഈശോ നമ്മളോട് ഒരു കാര്യം പറയുന്നത്. കൂടാരമടിച്ചിരിക്കാനല്ല, മറിച്ച് മരണത്തിന് ശേഷമുള്ള ഉദ്ധിതനെ പ്രഘോഷിക്കാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു ജീവിത സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഞാൻ നൽകിയിരിക്കുന്നു. ആമേൻ.